ബൈബിളി വാക്യമുണ്ട്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്നെന്ന്. ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കും. ദൈവത്തിന് സ്തോത്രം. 147 സങ്കീർത്തനം 9 വചനം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അതതിന്റെ ആഹാരം കൊടുക്കുന്നു. മൃഗങ്ങൾക്കും കൊടുക്കുന്നു. വേറൊരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മൃഗങ്ങൾക്ക് വേണ്ടി ദൈവം പുല്ലിനെ മുളപ്പിക്കുന്നു. സ്തോത്രം. അവൻ തൃക്കൈ തുറക്കുമ്പം ജീവനുള്ളതിനൊക്കെ തൃപ്തി വരുന്നു. കേട്ടോ, എല്ലാം നിലവിളിക്കുക ദൈവത്തോട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ നിലവിളിക്ക് ഉത്തരവുണ്ട്. അപ്പൊ ചില നിലവിളിക്ക് സ്തോത്രം. ഒരു രാജാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. ആ വാക്യം ഇങ്ങനെയാണ്, നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പം ഈ ഞാനിപ്പം നിരത്തിയ ലിസ്റ്റല്ല, ഒരൊറ്റ നിലവിളിയുടെ മുമ്പിൽ 40 ലക്ഷം ഇസ്രായേലിനൊക്കെ കാട ഒരിക്കലല്ല പറന്നിറങ്ങിക്കൊണ്ടേ ഇരുന്നു കൊല്ലങ്ങൾ. ചില മറുപടി വർഷങ്ങൾ നീണ്ടു നിൽക്കും ഇങ്ങനെ. സ്തോത്രം. എന്നാൽ ഹന്നായുടെ ഭാമി പ്രാർത്ഥനയുടെ ഉത്തരം, അവളെ അവിടെ പ്രതിയോഗിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആമി അവിടെ കൈവെള്ളയിൽ തുള്ളിച്ചാടി. സ്തോത്രം. അതെല്ലാം ക്ഷണത്തിൽ കിട്ടിയ മറുപടിയാ. എന്നാൽ ചില വിഷയത്തെ സംബന്ധിച്ച് ചിലർ കണ്ണുനീരൊഴുക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു വാക്യം നമുക്ക് വായിച്ചോണ്ട് ചിന്ത തുടങ്ങാം. അവരോട് ആ ദൂത്, ഇനിയും ആ വിഷയം സംബന്ധിച്ച് നീ കരയേണ്ട. അടുത്തിരിക്കുന്നതൊക്കെ നോക്കി വെച്ച് പറ, ഇനി ആ വിഷയത്തെ കരയേണ്ട എന്ന് പറ. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം, ചില ദിവസത്തിനകത്ത് വർഷങ്ങളായി കരഞ്ഞ ചില വിഷയത്തിന് ഇനിയും കരയണ്ടെന്ന് നിനക്ക് തന്നെ ബോധ്യം വരുന്ന അന്തരീക്ഷം എൻ്റെ ദൈവം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോവാ. ഓ യേശു, അത് തലമുറയുടെ വിഷയമാകാം, ഒരു കുഞ്ഞിക്കാലിൻ്റെ വിഷയമാകാം, ഒരു വിഭാഗത്തിൻ്റെ വിഷയമാകാം, ഒരു ഭാവിയുടെ വിഷയമാകാം. ഇന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ദൈവം പറയുക, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരച്ചില് ഇനിയും കരയണ്ട. ഇച്ചിരി ഗഹനമായിട്ട് നമുക്ക് ഈ ദൂതിലോട്ടൊന്ന് വരാം. ഞാൻ ഇപ്പോഴും ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ചില വിഷയത്തിൽ ഇനിയും കരയണ്ട. സ്തോത്രം. നിങ്ങളുടെ വിഷയം ആയിരിക്കുമോ? ഉറപ്പായിട്ടാണ്. നിന്റെ ആരോഗ്യ പ്രശ്നമാണോ? അത് തന്നെ. നിന്റെ കുടുംബം അത് തന്നെ. കുറേ നാൾ കൊണ്ട് ഒരേപോലെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ആ വിഷയത്തിൽ നീ കരയണ്ട. ആ വിഷയം സംബന്ധിച്ച് നീ വ്യാകുലപ്പെടണ്ട. യേശുവിൻ്റെ നാമത്തിൽ വ്യാകുലപ്പെടണ്ട. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ഞാൻ ഒരിക്കൽ ഈ വചനത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ വിശ്വാസവും ധൈര്യവും വർദ്ധിക്കാനായിട്ടൊരു കാര്യം പറയാം. ഒരു ചെറുപ്പക്കാരനെ ഒരിക്കൽ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 32 വയസ്സ് ആ ചെറുപ്പക്കാരനുണ്ട്. സ്തോത്രം. അവൻ്റെ 21ാമത്തെ വയസ്സിൽ അവൻ ബൈക്ക് ഓടിച്ചു പോരുമ്പോൾ അവനൊരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായത് അവൻ്റെ വയറിൻ്റെ പുക്കിള് തൊട്ട് കാലിൻ്റെ തൊട വരെയുള്ള സ്ഥാനത്ത് പല പല ആഴത്തിലുള്ള മുറിവുകളും ചില അവയവങ്ങൾ ഇനി ഒരിക്കലും വർക്ക് ചെയ്യാത്ത രീതിയിൽ, സ്തോത്രം, ചില ശാരീരിക അവയവങ്ങൾ ദൈവങ്ങളുടെ ബലങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇവനെ ദൈവവേലയ്ക്ക് ഞാൻ അങ്ങ് സമർപ്പിച്ചേക്കുക. അപ്പം ഞാൻ ചോദിച്ചു, സ്തോത്രം, എന്താണ് ദൈവവേല? ഇവന് ദൈവവിളി ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ ആക്സിഡൻറ്റിനോട് ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞു, ചാച്ചാൻ കാര്യം പറ. അല്ല ബ്രദറെ, ഞങ്ങൾ ചെറിയ ചെറിയ വേലയൊക്കെ ഞാൻ പറഞ്ഞു, വിളിയില്ലാതെ വേല ചെയ്യരുത്. സ്തോത്രം. ഒരു ഫുൾ ടൈം ശുശ്രൂഷയ്ക്കുള്ള വിളി അവനുണ്ടോ എന്ന് ആദ്യം പ്രാർത്ഥിച്ചു നോക്കണം. സ്തോത്രം. അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ അങ്ങ് തുറന്നു പറയുക, ഇവൻ ആയുസ്സിൽ വിവാഹം കഴിക്കാനോ ഒരു കുടുംബജീവിതം നയിക്കാനോ ഒരു കുഞ്ഞിൻ്റെ അപ്പനാകാനോ ഒരു കാലത്തും പറ്റത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് ഞങ്ങളെ പറഞ്ഞ് ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ ഇനി എന്തിന് പ്രയോജനമുണ്ട്? ഇവൻ അതുകൊണ്ട് ദൈവവേലയ്ക്കിരിക്കട്ടെ. ഞാൻ പറഞ്ഞു,
ഒരവയവത്തിന് കേടുവരുന്നതിനെയെല്ലാം വേലക്കെടുക്കുന്ന ആളല്ല എൻ്റെ ദൈവം. മിണ്ടുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, സ്തോത്രം, അദ്ദേഹം എന്നോട് പറയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവോ, നല്ല വസ്ത്രം ധരിക്കുവോ, നല്ല ആഹാരം കഴിക്കുകയോ ചെയ്യത്തില്ല. ഒറ്റ മോനേ ഉള്ളൂ. അവൻ ഇങ്ങനായിപ്പോയല്ലോ, ആ ജനറേഷൻ തീരുവാന്നല്ലോ. പക്ഷെ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ യേശു പറഞ്ഞു, അവരോട് പറ, കരയണ്ട, അവൻ വിവാഹിതനാകും, അവന് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് പറയാൻ അവരോട് പറഞ്ഞു. അവര് പറഞ്ഞു, ഇപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സ്തോത്രം, എങ്കിലും വിശ്വസിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ അവരുമായിട്ട് ഒരു ബന്ധങ്ങളും കുറെ നാളില്ലായിരുന്നു. ഒരു ദിവസം ഈ ചെറുക്കൻ വിവാഹം കഴിച്ച പെണ്ണുമായിട്ട് എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, ഇത് ഞാൻ വിവാഹം കഴിച്ച പെൺകൊച്ചാണ്, ഇവളിപ്പോൾ 4 മാസം ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുക. അന്ന് അവൻ, സ്തോത്രം, അവൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അച്ചായം വന്ന് പറഞ്ഞു, കരയണ്ടെന്ന് ദൈവം സംസാരിച്ചു. 21 വയസ്സ് തൊട്ട് 31 വയസ്സ് വരെയുള്ള 10 വർഷക്കാലം ഒരേ വിഷയത്തിന് ആ അമ്മ കരഞ്ഞെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഒരു ശബ്ദം കേട്ടു. അത് അനിപ്പാസ്റ്റ് അടുക്കൽ വന്നുകൊണ്ട് കേട്ടെന്നല്ല, അവരോടുള്ള നീതി. ഇന്ന് അതേ ശബ്ദം ഞാൻ ചിലരോട് പറയുകയാണ്, നിന്നെ വ്യാകുലപ്പെടുത്തിയ വിഷയത്തിൽ ഇനിയും നീ കരയേണ്ടി വരത്തില്ല. നിന്റെ കരച്ചിലിന്റെ മറുപടി ഉടനെ ഉണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് വചന വെളിപ്പാടിലോട്ട് നമ്മൾ വരാൻ പോവുക. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, ഇനിയും കരയണ്ട എന്ന് പറ. ഒരേ കാര്യത്തിന് തന്നെയാ നീണ്ട മാസങ്ങൾ കൊണ്ട് കരയുന്നത്. അവരോടായി ഇന്ന് സംസാരിക്കുന്നത്. ഇനിയും കരയണ്ട. ആ വിഷയത്തിന്റെ പരിഹാരം നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ നിന്റെ വീടിനകത്ത് വെളിപ്പെടാൻ പോവാ. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത റേഞ്ചിൽ നിന്റെ തലമുറമേൽ വെളിപ്പെട്ടു വരാൻ പോവുക. കർത്താവേ, അത് വെളിപ്പെടുത്തണമേ എന്ന് ആര് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമോ അവിടെയാണ് അത്ഭുതം. ബൈബിളിലെ ഒരു വെളിപ്പാട് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം എടുക്കാം, 37-ാം അധ്യായം എടുക്കാം. 35-ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇത് ആരെ കുറിച്ച് കരഞ്ഞെന്നാന്ന് പറയാവോ? യാക്കോബ് ആരെ കുറിച്ച്? യോസഫിനെ കുറിച്ച് കരഞ്ഞെന്നല്ല, കരഞ്ഞോണ്ടിരിക്കുക. സ്തോത്രം. അവിടെ വായിക്കുകയാണ്, അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാവരും അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ യാക്കോബ് തൻ്റെ മകനായ യോസഫിനെ കുറിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ കരച്ചിലിന്റെ പിമ്പിൽ തൻ്റെ മക്കൾ തന്നെ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയുണ്ട്. സ്തോത്രം. ഞാൻ ഇച്ചിരി ദൂത് ഗഹനമായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. അകാരണമായി നിന്നെ കരയിപ്പിക്കത്തക്ക രീതിയിലുള്ള കള്ളക്കഥ മെടയുന്ന പലരുമുണ്ട്. പക്ഷേ അത് കള്ളക്കഥയുടെ മുമ്പിലുള്ള കരച്ചിലായാലും ആ കരച്ചിലും ദൈവത്തിൻ്റെ അടുക്കലെത്തും. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്താട്ട്. ഇവിടെ ഒരു അപ്പൻ കരഞ്ഞു മടുക്കുക. ചോദ്യം, വചനം അറിയാവുന്ന നിങ്ങളോട് ചോദിക്കുക, അപ്പൻ്റെ കരച്ചിൽ ദൈവം കേട്ടു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു സിഗ്നൽ യാക്കോബിന് കിട്ടിയോ? പറ, കിട്ടിയോ? ഞാൻ ബൈബിൾ അരിച്ചു വായിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല. കിട്ടിയോ? ഇല്ല. ചിലവരുടെ പാസ്റ്റർ
ദൈവം ഒരു ചെറിയ സ്വപ്നം മോനെ കുറിച്ച് ഒന്നും കൊടുത്തില്ല. അപ്പൊ സ്വപ്നം കൊടുക്കാതെ, ദർശനം കൊടുക്കാതെ ഈ നിലവിളി ദൈവം കണ്ടില്ലെന്നല്ല, നിനക്ക് വിചാരിക്കാൻ പറ്റാത്ത റൂട്ടിലൂടെ നിന്റെ നിലവിളിയുടെ ഉത്തരം യാത്ര ചെയ്യുക. ഓ ഹല്ലേലൂയ. ഞാൻ ഒരു വെളിപ്പാട് പറയാം. എത്തേണ്ടിടത്ത് എത്തിക്കുവോളം എൻ്റെ ദൈവത്തിന് വിശ്രമമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. വിട്ടിരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക. യാക്കോബിന്റെ ചരിത്രത്തെ ഒന്ന് തൊട്ടേക്കട്ടെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ. സ്തോത്രം. യാക്കോബിന്റെ ചരിത്രത്തെ ഒന്ന് തൊടാം. ബാക്കിയൊന്നും വായിക്കുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ യാക്കോബിന്റെ അമ്മയുടെ പേര് പറയാമോ? പറയുന്നേ, തെറ്റട്ടെ? എന്തോ? റബേക്ക. അപ്പന്റെ പേര് പറയാമോ? ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ മിണ്ടാത്തെ. ഇസഹാക്ക്. റബേക്ക ഗർഭം ധരിക്കാതിരിക്കുമ്പോൾ ഇസഹാക്ക് പ്രാർത്ഥിച്ചു, ദൈവം അവിടെ ഗർഭം തുറന്നു. ആമേൻ, സ്തോത്രം. അവർക്ക് മറുപടി കൊടുത്തു. പക്ഷേ ഗർഭം ധരിച്ചപ്പോൾ ഒരു പ്രശ്നം, അകത്ത് പിള്ള തമ്മി ഭയങ്കര പ്രശ്നം. എവിടാ? വയറ്റിൽ. ചില ഗർഭസ്ഥയായ സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇവൻ എൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴേ ഭയങ്കര ബഹളമായിരുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ഇവിടെ പറയാൻ പോകുന്ന സന്ദേശം? ബൈബിള് പഠിക്കുമ്പം ഉദരത്തിൽ വെച്ച് വാക്തത്വം കിട്ടിയ ആളാണ് ആര്? യാക്കോബ്. എന്തോ ഒരു മടി പോലെ. ഈ ചിത്രം ഒന്നും മനസ്സിലായിട്ടില്ലയോ? ഉദരത്തിൽ വെച്ചു തന്നെ എന്തോ കിട്ടി? വാക്തത്വം. സ്തോത്രം. ആ വാക്തത്വം ഉള്ളവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവന്റെ ജീവിതത്തിൽ ഒരു അർദ്ധരാത്രി വെളിപ്പെട്ടോ? വെളിപ്പെട്ടപ്പം സ്തോത്രം, മേളിയിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ ദൂതന്മാർ ചോദിച്ചു, വാക്തത്വമുള്ളവൻ ഒറ്റപ്പെട്ട് കിടക്കാൻ എന്തോ ചെയ്യണം? ദൈവം പറഞ്ഞു, മേളിൽ നിന്നൊരു ഗോവണി താപ്പോട്ടിറക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനിവിടെ ഒരു ദൂത് പറയാം. വാക്തത്വം നിന്റെ മേലുണ്ടെങ്കിൽ ആരൊക്കെ നിന്നെ കടിച്ചു കീറാൻ വന്നാലും നിന്നെ സേഫായി എത്തിക്കേണ്ടിടത്ത് എൻ്റെ ദൈവം എത്തിച്ചിരിക്കും. എനിക്കിവിടെ ഇരിക്കുന്ന ചിലരോട് ഇന്ന് ദൂതുണ്ട്. നിന്റെ റൂട്ട് തെറ്റിയിട്ടില്ല, കറക്റ്റ് വേ കൂടെ തന്നെ നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ. നിനക്കെതിരെ പലരും കലുതുള്ളി വരുന്നുണ്ട്. അവർക്കൊന്നും നിന്നെ തൊടാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ കാവലിലാ നീ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഞാൻ ഇച്ചിരൂടെ കയറി പറയട്ടെ. പത്രോസിനെ ഇരുമ്പഴിക്കകത്ത് ബന്ധിച്ചിട്ടേക്കുക. പക്ഷെ ദൂതുണ്ട്, നീ നല്ല വാർദ്ധക്യത്തിലേ മരിക്കത്തുള്ളൂ. ഒരു രാജാവ് പറയാ, ഇവനെ കൊന്നേച്ച ഞാൻ മാറൂ. അവന് മുന്നോടി നിന്നവനെ കൊന്നു. പക്ഷെ അന്ന് രാത്രിയിലും അവൻ അതിനകത്ത് കൂർക്കം വലിച്ചുറങ്ങാൻ കാരണം എന്താണെന്നറിയാമോ? അവന്റെ ദൈവത്തെ അറിയാം. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് പറയാം. നിനക്കെതിരെ ആരെങ്കിലും ആയുധമെടുത്താൽ പേടിക്കരുത്. അവർക്കൊന്നും നിന്നോട് അടുക്കാൻ പറ്റുകയില്ല. നിന്നെ സേഫായ സ്ഥലത്തേക്ക് എൻ്റെ ദൈവം കൊണ്ടുപോയിരിക്കും. പ്രാർത്ഥിക്കുന്ന നീ ഓർക്കണം, നീ നടക്കുമ്പം സൂക്ഷ്മതയോടെ നടന്നുകൊണ്ടല്ല നീ ഇവിടെ വന്നത്. നീ കഴിച്ചപ്പോൾ ഏറ്റവും നല്ല ഹോട്ടലിലെ ഫുഡ് കഴിച്ചോണ്ടല്ല നീ വന്നത്. നിന്റെ കൂട്ട് ഷവർമ കഴിച്ച പലരും മരിച്ചു കഴിഞ്ഞു. നിന്റെ കൂട്ട് ചിക്കൻ കഴിച്ച പലരും പോയിസൺ വന്ന് മരിച്ചു. പക്ഷെ നീ മരിക്കാതിരിക്കുന്നത് നീ വില കൂടിയ ചിക്കൻ കഴിച്ചോണ്ടല്ല, നീ ഒരാളുടെ സൂക്ഷിപ്പിനകത്താണ്. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്ത് കുടിച്ച വെള്ളത്തിലും കഴിച്ച ആഹാരത്തിലും കിടത്ത കട്ടിലും പോയ യാത്രയിലും വന്ന യാത്രയിലും ഭൂമിയിലും ആകാശത്തും കൂടെ യാത്ര ചെയ്തപ്പോൾ നിന്നെ ഒരു ശക്തിയും തൊടാതിരുന്നത് അത് നിന്റെ കഴിവല്ല. നിന്റെ കാൽ തല്ലി തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും.